ഈശോയിൽ പ്രിയരെ, ഏവർക്കും പുതുവത്സരത്തിന്റെ ആശംസകൾ ആദ്യമേ അർപ്പിക്കട്ടെ. എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒത്തിരി പ്രതിസന്ധികൾ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 1.5 മാസക്കാലമായി വിശ്വാസ സമൂഹം ബസിലിക്ക ദേവാലയത്തിൽ ഇരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ ദിവസം കുറെ ചരടില്ലാ പട്ടങ്ങൾ കൊടുത്തത് നമ്മൾ കണ്ടു. ആ പട്ട ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പ്ലാൻ പാളിയ മെത്രാൻ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഏതാണ്ട് ലിബറേഷൻ തിയോളജിയുടെ സന്ദേശങ്ങളാണ് പറഞ്ഞത്. ദൈവത്തിന്റെ ദൈവം മനുഷ്യരാണത്രേ. ഇതൊക്കെ ഏത് കോത്താഴത്ത് പോയി പഠിച്ചതാണോ എന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും നടക്കട്ടെ. പ്ലാൻ പാളിപ്പോയ മെത്രാൻ വേഷധാരിയുടെ പ്രസ്താവനകളല്ലേ, അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളാം. പിന്നെ പട്ടം കിട്ടിയവരുടെ ഗതി. സത്യത്തിൽ ഈ പട്ടം മേടിച്ചവരും അതിന് കൂട്ടുനിന്നവരെയൊക്കെ കുറിച്ച് അവരുടെ ജനിതക വൈകല്യത്തെ ഓർത്ത് അവർക്ക് വേണ്ടി സൃഷ്ടികർമ്മത്തിൽ പങ്കാളിത്തം നേടിയവർ പോലും പരിതപിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എറണാകുളം അങ്കമാലി അതിരൂപതയെ രക്ഷിക്കാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ എല്ലാ പരാജയത്തിന്റെയും മൂലകാരണം ഇവിടുത്തെ സമ്പത്തിന്റെ വർധനമാണ്. 10,000 കോടിയിലധികമുള്ള തുക സ്ഥാവര ജംഗമ വസ്തുക്കൾ മൂലം ഇവിടെ ആസ്തിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുക. കൂടാതെ കണക്കില്ലാത്ത വരുമാനം. ബസിലിക്കയുടെ കീഴിൽ തന്നെയാണെങ്കിൽ അനേകം കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള കരാർ വെച്ച് വാടക വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പരക്കെ പറയപ്പെടുന്നത്. കണക്കുകൾ എൻ്റെ കയ്യിലില്ല, ഞാൻ ഇടവകയിലെ അംഗവുമല്ല. പക്ഷേ അവിടെയുള്ള പലരുടെയും അഭിപ്രായമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ വാടക ഇനത്തിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മിച്ചം വരുന്ന തുക എങ്ങോട്ടാണ് ഒഴുകുക എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ സമ്പത്ത് നശിച്ചാൽ ഈ രൂപത രക്ഷപ്പെടും. അതിന് പറ്റുന്ന ക്രിയാത്മകമായ ഒരു നിർദ്ദേശം സഭാ നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഫരീദാബാദിൽ ഇരുന്നു കൊണ്ട് കെട്ടിടം പണിയിലൂടെ സാമ്പത്തികമായ ഒത്തിരി കുളന്തോണ്ടകൾ നടത്തിയ സാക്ഷാൽ ഭരണിക്കുളകരയെ എറണാകുളത്തും മെത്രാപ്പൊലിത്തയാക്കിക്കൊണ്ട് വന്നാൽ മതി. ഒരു 4-5 വർഷം കൊണ്ട് പുള്ളി ഇത് ഒരു പരുവത്തിലാക്കി തന്നോളൂ. പിന്നെ അദ്ദേഹത്തിന് കുരിശു വരയ്ക്കാനും പട്ടം കൊടുക്കാനും ഒന്നും അറിയില്ല. അതൊന്നും സഭയ്ക്ക് ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യമല്ലല്ലോ. സഭയിലെ കൂതാശകളൊക്കെ എങ്ങനെയായിരുന്നാലും അതൊന്നും സഭാധികാരികൾക്ക് ബാധകമല്ല. പിന്നെ അടുത്തത്, അതുവഴി ഫരീദാബാദിലുണ്ടാകുന്ന ഒഴിവിലേക്ക് വെറ്റില കച്ചവടക്കാരനെ പറഞ്ഞയച്ചാൽ വളരെ നല്ലതാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സർക്കാർ തല അന്വേഷണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ തടയിടുവാനായിട്ട് ഡൽഹിയിൽ അദ്ദേഹത്തെ നിയമിച്ചാൽ വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ഒരു മെത്രാ പോലീസായി അദ്ദേഹത്തിന് വളരുകയും ചെയ്യാം. അതുവഴി സഭാപിതാക്കന്മാർക്ക് ഒരു പ്രത്യേകമായ സൽപ്പേര് കൂടി കിട്ടും. കള്ളന് കഞ്ഞിവെച്ചവന്മാർ എന്നുള്ള ഒരു പ്രത്യേകമായ ബഹുമതി അവർക്ക് ലഭ്യമാകുന്നതാണ്. മറ്റൊരു കാര്യം കൂടി അറിയിക്കട്ടെ, കേന്ദ്ര സർക്കാർ വലിയ താമസം വരാതെ എല്ലാ മതസ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കുവാൻ എന്ന് മാത്രമല്ല, ആരാധനാലയവും കുഴിച്ചിടുവാനുള്ള സ്ഥലം എന്ന് പറയുന്ന ചിവിത്തേരി, ഈ 2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സകല കെട്ടിടങ്ങളും പ്രസ്ഥാനങ്ങളും, അത് കോളേജുകളാകട്ടെ ആശുപത്രികളാകട്ടെ, ഇതെല്ലാം തന്നെ സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നുവെന്ന് കേൾക്കുന്നു. ഇപ്പോൾ അത് ദ്രുതഗതിയിലാകാനുള്ള കാരണം ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ മതത്തിന്റെയും, ക്രൈസ്തവരുടെ മാത്രമൊന്നുമല്ല, സകല മതസ്ഥാപനങ്ങളുടെ സ്വത്തുകൾ ഇങ്ങനെ എടുക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ശരിയോ തെറ്റോ എന്നറിയില്ല, കാരണം ഞാൻ രാഷ്ട്രീയക്കാരല്ല, ചില രാഷ്ട്രീയ സുഹൃത്തുക്കളിൽ നിന്ന് വന്ന ഒരു സന്ദേശമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭ രക്ഷപ്പെടും. മാത്രവുമല്ല, നമ്മുടെ ഇവിടെ സഭയുടെ പേരിലുള്ള ആശുപത്രികളൊക്കെയും എയിംസിന്റെ ഓരോ ശാഖകളായി പ്രവർത്തിപ്പിച്ച് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാത്ത പാവപ്പെട്ട മനുഷ്യർക്ക് ചികിത്സ ലഭ്യമാക്കാൻ ഉതകുന്ന സംവിധാനം ഉണ്ടാക്കും എന്നുകൂടി കേൾക്കുന്നുണ്ട്. അത് ഏറ്റവും നല്ല കാര്യമാണ്. ഇപ്പോൾ ആതുരാലയങ്ങളെല്ലാം വ്യവസായവൽക്കരിക്കപ്പെട്ട ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണല്ലോ. അതിനൊരു മോചനം പ്രാപിക്കാനും ഇത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും പ്ലാൻ പാടിയ മെത്താനും ഇനിയും അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പോകുന്ന കുളത്തുചാടിയ ഭരണിയും എല്ലാം ഒരുമിച്ച് കൂടി ഈ രൂപതയെ ഒന്ന് നന്നാക്കി തരണമെന്ന് സ്നേഹബുദ്ധി അഭ്യർത്ഥിക്കുന്നു. ഇതിനെല്ലാം കുടപിടിക്കുന്ന
സഭാ നേതൃത്വത്തെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു വലിയ സൽപ്പേർ അവർക്ക് കിട്ടുമല്ലോ എന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഏവർക്കും പുതുവത്സരത്തിന്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയാ വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.